നമുക്ക് ഇന്ന് ഈ ചെയറിൻ്റെ സ്പ്രിങ്ങിൻ്റെ പോർഷനാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനായിട്ട് നമ്മൾ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്നും സെലക്ട് ചെയ്യാണ്ട് വർക്ക് സ്പേസിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യൂബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നേരെ നമ്മൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂബ് ക്രിയേഷനായി. ഓക്കെ, എക്സ്റേ മോഡ് ഓണാക്കുക, സ്കെയിൽ ചെയ്യുക. ഇപ്രാവശ്യം നമ്മൾ സബ് ഡിവിഷൻസ് ഒന്നും ആഡ് ചെയ്യണില്ല, നേരെ നമ്മൾ സ്പ്രിങ്ങിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് കടത്തണം. ഓക്കെ, ഇനി നമ്മൾ ഇതിനുള്ള സബ് ഡിവിഷൻസ് എത്രയുണ്ടോ അത്രയും ഡിവിഷൻസ് ഇതിനിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു 16 ഹൈറ്റിൽ സബ് ഡിവിഷൻ ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും വരകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സ്വല്പം നമുക്കൊന്ന് സ്കെയിൽ ചെയ്ത് വെച്ചേക്കാം, കാരണം ഇത് നമുക്ക് ഇവിടെ നിങ്ങളുടെ എക്സ്ട്രൂഡ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ ഫേസും കൂടി ഞങ്ങൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഈ മുകളിലത്തെ ഫേസും ഈ താഴെയുള്ള ഫേസും ഞാൻ മൈനസ് ചെയ്തു. അപ്പോൾ ഇത്രയും ഫേസുകൾ മാത്രമേ നമുക്ക് സെലക്ട് ആയിട്ടുള്ളൂ അല്ലേ. ഇനി ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രൂഡ് ക്ലിക്ക് ചെയ്യണം. എക്സ്ട്രൂഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഏത് ഫേസിൻ്റെ മുമ്പിലാണോ നമ്മുടെ ഈ മാനിപ്പുലേഷൻ പോയിൻ്റ് നിൽക്കുന്നത് അവിടെ നമ്മൾ സൂം ചെയ്യാം. അതിനുശേഷം ഇവിടെ കീപ് ഫേസസ് ടുഗദർ എന്നുള്ള ഓപ്ഷൻ ഓഫ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മളിതിനെ ഉള്ളിലേക്ക് ഇങ്ങനെ സ്കെയിൽ ചെയ്യാം. ഓക്കെ, സെപ്പറേറ്റ് ആക്സിസിലാണ് നമ്മൾ സ്കെയിൽ ചെയ്യണത് കേട്ടോ. ഓക്കെ, ഇനി ഇതിന് ശേഷം നമ്മളിതിനെ കുറച്ച് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യും. പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യണം അതോ അകത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യണം? അകത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടി, കണ്ടോ? ഇപ്പോൾ തന്നെ നമ്മുടെ പകുതി പണി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ബെൻഡാക്കണം, അതുപോലെ സബ് ഡിവിഷൻസ് ആഡ് ചെയ്യണം അല്ലേ. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സബ് ഡിവിഷൻസ് നമുക്ക് ഇവിടെ ഒരു 2 സബ് ഡിവിഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് സബ് ഡിവിഷൻ ക്രിയേറ്റ് ആയി കഴിഞ്ഞു, കണ്ടോ? ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഫേസ് എടുക്കുക, ഈ ഭാഗം എക്സ്ട്രൂഡ് ചെയ്യാം. ഇനി നമ്മൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് എക്സ്ട്രൂഡ് ചെയ്ത് വയ്ക്കുക. അതുപോലെ താഴത്തെ ഫേസും സെലക്ട് ചെയ്തിട്ട് എക്സ്ട്രൂഡ്. ഓക്കെ, കണ്ടോ? ഇനി നമ്മുടെ റെഫറൻസ് ഇമേജ് നോക്കാം എത്രത്തോളം നമ്മൾ അതിൻ്റെ കൂടെ ചേഞ്ചുകൾ വരുത്താനുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മളുടെ സൈഡ് വ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇവിടുന്ന് ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്ത് താഴ്ഭാഗം എക്സ്ട്രൂഡ് ചെയ്യണതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്തിട്ട് കുറച്ച് ഉള്ളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക, 6 പ്രസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് സ്കെയിൽ ചെയ്യും, കണ്ടോ? അപ്പോൾ അത്രയും ഭാഗം ഉള്ളിലേക്ക് വന്നു എക്സ്ട്രൂഡ്. ഇനി നമ്മൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് നേരെ താഴേക്ക് എക്സ്ട്രൂഡ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഡെപ്ത് പോലത്തെ ഒരു സംഭവം ക്രിയേറ്റ് ആയി, കണ്ടോ? ഈ ഭാഗം നമുക്ക് അങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തു. ഇനി മോൾ ഭാഗം ഓൾമോസ്റ്റ് കറക്റ്റാണ്. പക്ഷേ 3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലായിരിക്കും നിൽക്കുന്നുണ്ടാവും. കാരണം ഇതിൻ്റെ കാരണം എന്താണ്, സബ് ഡിവിഷൻസ് ഇല്ലാത്തതാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 1 പ്രസ് ചെയ്യുക, ഒബ്ജക്റ്റ് മോഡിലേക്ക് വരാം, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇൻസേർട്ട് എഡ്ജ് ലൂപ്പ് ടൂൾ നമ്മൾ ഓണാക്കണം. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. എവിടേക്കാണോ നമ്മൾ ഷാർപ്പ് ആവേണ്ടത് അവിടെയൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. 3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇരിക്കുക, കണ്ടോ? ഇവിടെയും നമുക്ക് ആവശ്യമുണ്ട്. Y പ്രസ് ചെയ്താൽ ലാസ്റ്റ് ടൂൾ ആക്റ്റീവ് ആവുകയാണ്, കേട്ടോ? ഇവിടെ ഒന്ന് ഷാർപ്പാക്കിയിട്ടു, ഇവിടെയും ഷാർപ്പാക്കുക. ഇപ്പോൾ 3 പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇരിക്കുക. പക്ഷേ ഇപ്പോൾ ഇവിടെ കറക്റ്റ് ആക്കാനുണ്ട്, കണ്ടോ? ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് കൊടുക്കണം, സബ് ഡിവിഷൻസ് കൊടുത്താലേ ഈ ഗഡി സെറ്റ് ആവുള്ളൂ കേട്ടോ. കണ്ടോ?
എല്ലാ സ്ഥലത്തും നോക്കി നമ്മളിങ്ങനെ സബ്ഡിവിഷൻസ് ഇട്ട് പോവാം, സീനുകളൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ വരെയാണ് വന്നിട്ടുള്ളത് എന്നാ. ഓക്കെ, ഇവിടെ ലൂപ്പ് ഇട്ടെടുത്തോളൂ. ഓക്കെ, അപ്പോൾ ആൾ ഡീസൻ്റ്, സൂപ്പർ, കുഴപ്പമില്ല അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെലക്ട് ചെയ്തിട്ട് ഡിഫോമിൽ വരാം. ഡിഫോമിൽ വന്നു കഴിഞ്ഞാൽ നോൺ ലീനിയറിൽ ബെൻഡ് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ട് നമുക്ക് തോന്നില്ല. പക്ഷെ 4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വടി നിൽക്കണ്ടോ, കണ്ടോ, ഒരു ലൈൻ പോലെ ഒരു സംഭവം ക്രിയേറ്റ് നിൽക്കണ്ടോ. ഇതിനെന്താക്കാം നമുക്ക്, ഇതാണ് ഡിഫോമർ എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ എന്ത് ചെയ്യാം, കെർവേച്ചർ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് ആക്ച്വലി ആനിമേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഡിഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിതിങ്ങനെ നമ്മുടെ ആവശ്യം ഇങ്ങനെ ബെൻഡാക്കലല്ല, തിരിച്ച് ബെൻഡാക്കലാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക വെച്ചാൽ ഇതിനെ പ്രസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ റൊട്ടേഷൻ ടൂൾ ആക്റ്റീവ് ആക്കി. അപ്പോൾ നമുക്കിവിടെ വാല്യൂ കിട്ടി ഏതിൻ്റെയാണ് റൊട്ടേഷൻ ചെയ്യേണ്ടതെന്നുള്ളത് അല്ലേ. അതിന് ശേഷം നമ്മളിവിടെ 90 കൊടുത്തു. ഇനി ഞാനിതിനെ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഷേപ്പ് വ്യത്യാസം വരും. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് പി പ്രസ് ചെയ്യണം. പി എന്തിനാ പ്രസ് ചെയ്യുക, പി ഫോർ പെൻ. പി പ്രസ് ചെയ്യണത് പാരൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പി പ്രസ് ചെയ്യുന്നത് പാരൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പാരൻറ്റ് ചെയ്തു. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒബ്ജക്റ്റിനെ തിരിച്ച് ഇത് ബാക്കിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബെൻഡിൽ വന്നിട്ട് ഇവിടെ ഏത് വാല്യൂ ആണുള്ളത് അതിൻ്റെ ഇവിടെ മൈനസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തിരിക്കാം, കണ്ടോ. ഓക്കെ, ഇനി നമ്മളിതിനൊന്നും കൂടെ സെറ്റാക്കി എടുത്തോളൂ. ഓക്കെ, ഇപ്പം ഏറെക്കുറെ ശരിയായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കത് ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കട്ടെ കേട്ടോ, ഒരു തൃപ്തിയാണല്ലേ. ഇതിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു പോർഷൻ ഭയങ്കരമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് വരേണ്ടത് അല്ലേ. ഇതിങ്ങനെ വല്ലാണ്ട് കുഴിഞ്ഞ് നിൽക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ലോ ബൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും, കണ്ടോ. ഓക്കെ, മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ച് വരുത്തിയാൽ മതി കേട്ടോ. ഹൈ ബൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും സ്ട്രെയിറ്റ് ആയി കിട്ടും, കണ്ടോ. അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് കഴിഞ്ഞു. സംഭവത്തിൻ്റെ പരിപാടി കഴിഞ്ഞു ഏകദേശം. ഇനി എന്ത് ചെയ്താൽ നമുക്ക് ഓൾട്ട് ഷിഫ്റ്റ് ഡി, എന്തിനു വേണ്ടിയിട്ടാണ് ഓൾട്ട് ഷിഫ്റ്റ് ഡി കൊടുക്കുന്നത്, ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഡിഫോമർ അടക്കമുള്ള കാരണം അതിന് ഡിഫോമറിൻ്റെ ഹിസ്റ്ററി കളഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. ഓൾട്ട് ഷിഫ്റ്റ് ഡി, ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തു. ഇനി ഈ ഒബ്ജക്റ്റിനെ നമുക്ക് മാറ്റാനായിട്ട് കുഴപ്പമില്ല. ഞാൻ കൺട്രോൾ സെറ്റ് കൊടുത്തിട്ട് ഡിഫോമർ കളഞ്ഞില്ലെങ്കിൽ എന്തുണ്ടാവുക, ഡിഫോമർ കളഞ്ഞില്ലെങ്കിൽ ഇത് മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഷേപ്പായി വരും കേട്ടോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓൾട്ട് ഷിഫ്റ്റ് ഡി. ഓക്കെ, അപ്പോൾ കറക്റ്റ് നമ്മുടെ ഷേപ്പിലേക്കായി. ഇനി വേണമെങ്കിൽ നമുക്ക് വേർട്ടെക്സ് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സോപ്പ് സെലക്ഷൻ ഓൺ ചെയ്തിട്ട് ഒന്നും കൂടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിനുള്ള അതിൻ്റെ ആവശ്യം വരുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, കണ്ടോ, ഇങ്ങനെയാണ് നമ്മളൊരു ചെയറിൻ്റെ ബാക്കിലത്തെ സ്പ്രിങ്ങിൻ്റെ പോർഷൻ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെയറിൻ്റെ ഓൾമോസ്റ്റ് ഒരു ഭാഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡാണ് നെക്സ്റ്റ് ഇത് ഉണ്ടാക്കേണ്ടത് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഈ ചെയറിൻ്റെ ഈ പോർഷൻ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.